പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഓരോ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി തന്നെ പരിശോധിച്ചു വരാം. നമ്മൾ എല്ലാ പത്രങ്ങളുടെയും ലീഡുകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. മനോരമയിൽ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിൻ്റെ പാക്കേജാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്. അതിവേഗം 2 ടൗൺഷിപ്പ്. മാതൃഭൂമിയിലും അതുതന്നെയാണ് ലീഡ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം പുതിയ നാട്. ദേശാഭിമാനിയിൽ ഉയരും കേരള മാതൃക. മാധ്യമത്തിൽ അതിവേഗം ടൗൺഷിപ്പ്. ദ ഹിന്ദു പത്രത്തിൽ വിൽ ആക്സെപ്റ്റ് സുപ്രീം കോടതി ഡിസിഷൻ ഓൺ ദല്ലേവാൾ. ദല്ലേവാളിൻ്റെ സമരത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം അംഗീകരിക്കുമെന്ന് കേന്ദ്രം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡ്. അപ്പോൾ എല്ലാ പത്രങ്ങളിലെയും കേരളത്തിലെ പത്രങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട വാർത്ത ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി സർക്കാർ അവതരിപ്പിക്കുന്ന പുനരധിവാസ പദ്ധതി ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. ടൗൺഷിപ്പിൻ്റെ ബ്ലൂ പ്രിൻറ്റും പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ആ വാർത്തയാണ് പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ നിയുക്ത ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളും പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ആന്റണി രാജു MLA, മന്ത്രിമാരായ KN ബാലഗോപാൽ, K രാജൻ എന്നിവർ ഒരുമിച്ചാണ് അർലേക്കറെ ക്ഷണിച്ചത്. വണങ്ങിത്തുടക്കം എന്ന അടിക്കുറിപ്പാണ് പത്രം നൽകിയിരിക്കുന്നത്. അതേപോലെ നമുക്ക് ആ വാർത്തയിലേക്ക് എത്തിയാൽ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം. അത് മനോരമയിലെ വാർത്ത നമുക്ക് വായിക്കാം. എൽസ്റ്റണിൽ 5 സെന്റ്, നെടുമ്പാലയിൽ 10 സെന്റ്. വീട് 1000 ചതുരശ്ര അടി. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക്, കൺസൾട്ടൻസി കിഫ്ബിക്കാണ് നൽകുക. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള സമഗ്ര പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. കൽപ്പറ്റ നഗരസഭയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്, മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലായി 2 ടൗൺഷിപ്പുകൾ വികസിപ്പിച്ച് 1000 ചതുരശ്ര അടിയുള്ള വീടുകൾ നിർമ്മിക്കും. ദുരന്തത്തിൽ വീട് പൂർണ്ണമായി തകർന്നവരുടെയും വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് വീടുള്ളവരുടെയും പുനരധിവാസം ഒറ്റഘട്ടമായി അതിവേഗം നടപ്പാക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. 750 കോടി രൂപയുടെ ചെലവിലായിരിക്കും ഈ 2 ടൗൺഷിപ്പുകളും ഉണ്ടാവുക. 2 ടൗൺഷിപ്പുകളിലും വീടുകൾക്ക് പുറമെ അംഗൻവാടി, ആശുപത്രി, ലൈബ്രറി, മൃഗാശുപത്രി, വിദ്യാലയം എന്നിവയുണ്ടാകും. ശുദ്ധജലത്തിനും മാലിന്യ സംസ്കരണത്തിനുമുള്ള പൊതു സംവിധാനങ്ങൾ ഒരുക്കും. വീടുകൾക്ക് വരാന്തയും കാർ പാർക്കിംഗ് സ്ഥലവും ഉണ്ടാകും. ഭാവിയിൽ 2ാം നില കെട്ടാൻ കഴിയും വിധമുള്ള അടിത്തറയായിരിക്കും നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൽപ്പറ്റ നഗരഹൃദയത്തിലായതുകൊണ്ടാണ് 5 സെൻറ്റായിട്ട് മാറുന്നത്. സ്ഥലത്തെ ഭൂമിയുടെ വില കണക്കാക്കിയാണ്. എന്നാൽ നെടുമ്പാലയിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് അവിടെ താരതമ്യേന ഭൂമിക്ക് കൽപ്പറ്റയോളം വിലയില്ലാത്തതുകൊണ്ട് 10 സെൻറ്റ് സ്ഥലം കൊടുക്കും. മാത്രമല്ല ഈ 2 ടൗൺഷിപ്പുകളും ഏകദേശം ഒരേ മാതൃകയിലൊക്കെ തന്നെയായിരിക്കും നിർമ്മിക്കുക. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അതിനൊരു കുറവും രണ്ടിടത്തും ഉണ്ടാവുകയുമില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ 2 ടൗൺഷിപ്പുകളിലും താമസിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടെങ്കിലോ അവരുടെ കാര്യം കൂടി ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ നൽകും. വിലങ്ങാട് പുനരധിവസിപ്പിക്കേണ്ടവർക്ക് ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ അനുവദിക്കും. സ്പോൺസർഷിപ്പ് തുക സ്വീകരിക്കാൻ പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറക്കും. സ്പോൺസർമാർക്കായി വെബ് പോർട്ടലിലൂടെ നിർമ്മാണങ്ങളുടെ പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യാം. ടൗൺഷിപ്പിനുള്ള ഭൂമി ഏറ്റെടുക്കുക 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ആയിരിക്കും എന്നുകൂടി ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരിലുള്ള ടൗൺഷിപ്പ് പുനരധിവാസത്തിൻ്റെ പാക്കേജിനെ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിൽ ഈ വാർത്തയല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ആചാര്യസ്മരണയിൽ 148ാമത് മന്നം ജയന്തി ആഘോഷത്തിന് തുടക്കം കുറിച്ച് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി മന്നത്ത് പത്മനാഭൻ്റെ ചിത്രത്തിന് മുന്നിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിളക്ക് തെളിയിക്കുന്ന ചിത്രം മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മനോരമയിലും ഇതേ ചിത്രം തന്നെയുണ്ട്. ആചാര്യസ്മരണയിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ് മന്നം ആസ്ഥാനത്ത് പെരുന്നയിൽ NSSൻ്റെ ആസ്ഥാനത്ത് പെരുന്നയിൽ G. സുകുമാരൻ നായർ മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്ന ദൃശ്യമുള്ളത്. മറ്റൊരു വാർത്തയുള്ളത് തൊഴിൽ സമര ചൂടണഞ്ഞ് കേരളം എന്നൊരു വാർത്ത മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിക്ഷേപം വരാത്തതിന് ഇനി തൊഴിൽ സമരങ്ങളെ പഴിക്കാനാവില്ല. ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്തെ തൊഴിൽ പ്രക്ഷോഭങ്ങൾ വൻതോതിൽ കുറഞ്ഞെന്നാണ് ധനവകുപ്പിന് കീഴിലെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം വെളിപ്പെടുത്തുന്നത്. 1979 115 തൊഴിൽ സമര ദിനങ്ങളാണ് ഉണ്ടായിരുന്നത്. നോക്കൂ, അത് സമരങ്ങളുടെ വേലിയേറ്റമുണ്ടായ കാലം.
1985 ആകുമ്പോഴേക്കും അടുത്ത 6 വർഷം കൊണ്ട് 40 ദിനങ്ങൾ മാത്രമാണ് തൊഴിൽ സമരം കൊണ്ട് നഷ്ടപ്പെട്ടത്. 95 ആകുമ്പോഴേക്കോ 27 ദിവസങ്ങളായിട്ടത് ചുരുങ്ങി. 2018 ആകെ നഷ്ടപ്പെട്ടത് 7 ദിവസങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ തൊഴിൽ ദിന നഷ്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഇപ്പോൾ വളരെ വളരെ കുറവായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നിക്ഷേപം വരാത്തതിന് കേരളത്തിൽ തൊഴിൽ സമരമുണ്ട് എന്ന പഴയ പ്രയോഗം ഇനി നിലനിൽക്കില്ല എന്നാണ് പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം പറയുന്നത്. എന്തായാലും അത് വലിയ അനുകൂലമായൊരു ഘടകമാണ്. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ വരണം, നിക്ഷേപ സൗഹൃദമായി നമ്മുടെ സംസ്ഥാനം മാറേണ്ടതുണ്ട്. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിൽ ഡോക്ടർ KS മണിലാൽ അതുല്യ സസ്യശാസ്ത്രജ്ഞൻ വിടവാങ്ങിയ വാർത്ത പ്രധാന വാർത്തയായി ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ പരിചയപ്പെടുത്തിയ പണ്ഡിതനുമായ ഡോക്ടർ KS മണിലാൽ 86 വയസ്സ് അന്തരിച്ചു. തൃശൂർ വടകരയിൽ മകളുടെ വീട്ടിലായിരുന്നു താമസം. കാലിക്കറ്റ് സർവകലാശാല ബോട്ടണി വകുപ്പ് മേധാവിയായിരുന്നു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്ന KS മണിലാൽ അരനൂറ്റാണ്ട് കാലത്തെ ഗവേഷണത്തിനു ശേഷമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത്. കോഴിക്കോട്ടെയും സൈലന്റ് വാലിയിലെയും സസ്യവൈവിധ്യത്തെക്കുറിച്ച് വർഷങ്ങൾ നീണ്ട പഠനത്തിന് നേതൃത്വം നൽകി. 2200-ലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച മണിലാൽ 19 പുതിയ സസ്യ ഇനങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി. 4 സസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2020 പത്മശ്രീ നൽകിയത്. സസ്യവർഗീകരണ ശാസ്ത്രത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി 2003 കേന്ദ്രം വനപരിസ്ഥിതി മന്ത്രാലയം EK ജാനകി അമ്മാൾ പുരസ്കാരം സമ്മാനിച്ചു. അങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ ബോട്ടണി ഹെഡായിരുന്ന ഡോക്ടർ KS മണിലാലിൻ്റെ മരണവാർത്ത പത്രങ്ങളെല്ലാം തന്നെ ആദ്യ പേജിലും തുടർ പേജുകളിലുമായി വലിയ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. മാധ്യമത്തിൽ വയനാട് പുനരധിവാസം അതിവേഗം ടൗൺഷിപ്പ് എന്ന തലക്കെട്ടിൽ ആ വാർത്ത നൽകുന്നുണ്ട്. അതോടൊപ്പം പുതുവത്സരരാവിൽ കൊച്ചിയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചു എന്ന വാർത്തയും ആദ്യ പേജിൽ നൽകുന്നു. മറ്റൊന്ന് US ആൾക്കൂട്ടത്തിൽ ട്രക്ക് ഇടിച്ചു കയറി 10 മരണം എന്ന വാർത്തയുണ്ട്. നിരവധി പേർക്ക് പരിക്ക്. ആക്രമണം പുതുവത്സരാഘോഷത്തിനിടയിൽ. US ന്യൂ ഓർലിയൻസിൽ ആൾക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയുണ്ടായ അപകടത്തിൽ 10 മരണം, 30 പേർക്ക് പരിക്കേറ്റു. ഇവിടെ പ്രസിദ്ധമായ കനാൽ ബോർബൺ സ്ട്രീറ്റിൽ പുതുവത്സരാഘോഷത്തിനായി തടിച്ചുകൂടിയതായിരിക്കുന്ന ജനം പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ മരണസംഖ്യ 10 എന്നുള്ളത് മാറി 15 ആയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡെസ്കിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് US ആൾക്കൂട്ടത്തിലേക്ക് ട്രക്കിടിച്ച് കയറ്റിയുള്ള മരണസംഖ്യ 15 ആയിട്ട് ഉയർന്നിരിക്കുന്നു. മറ്റൊരു വാർത്ത, ഉമാ തോമസ് ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്നതാണ്. ദേശാഭിമാനിയുടെ ആദ്യ പേജിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട ലീഡ് കൽപ്പറ്റയിലും നെടുമ്പാലയിലും ടൗൺഷിപ്പ് ഉയരും കേരള മാതൃക എന്ന തലക്കെട്ടിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസമാണ്. എന്നാൽ മറ്റൊരു വാർത്ത, 2-3 വാർത്തകൾ മറ്റു പത്രങ്ങളിൽ ആദ്യ പേജിൽ നൽകാത്തത് ദേശാഭിമാനി പത്രം നൽകുന്നു. അതിലൊന്ന്, പശുവിൻ്റെ പേരിൽ UP വീണ്ടും കൊല എന്ന ഒരു വാർത്തയുണ്ട്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന പശുവിനെ കശാപ്പ് ചെയ്തെന്നാരോപിച്ച് ബോഡി ബിൽഡറായ യുവാവിനെ ബജ്രംഗ് ദൾ അക്രമികൾ തല്ലിക്കൊന്നു. അസ്ലത്ത്പുര സ്വദേശി ഷഹീദീൻ ഖുറേഷിയാണ് വടിയും കല്ലും മറ്റു മാരകായുധങ്ങളും കൊണ്ട് ആക്രമിച്ചു കൊന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ഖുറേഷിയെയും സുഹൃത്തുക്കളെയും സംഘപരിവാറുകാർ ആക്രമിച്ചത്. വടികൊണ്ടുള്ള അടിയേറ്റ് ബോധം നഷ്ടപ്പെട്ട ഖുറേഷിയെ അക്രമികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു. സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു. പോലീസ് ഖുറേഷി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. എന്തായാലും അതൊരു വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായി തീർന്നു. മൊറാദാബാദിലാണ് അലഞ്ഞു തിരിഞ്ഞു നടന്ന പശുവിനെ കൊലപ്പെടുത്തി കശാപ്പ് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ ഒരു പശുവിൻ്റെ പേരിലുള്ള ആൾക്കൂട്ടക്കൊല നടന്നിരിക്കുന്നു. ക്രിസ്മസ് കാലത്തും ക്രൈസ്തവ വേട്ട എന്നൊരു വാർത്ത കൂടി ദേശാഭിമാനി പത്രം ആദ്യ പേജിൽ നൽകുന്നു. ക്രിസ്മസ് കാലത്തും ക്രൈസ്തവ വേട്ട തുടരുന്നതിൽ ആശങ്കയും വേദനയും പ്രകടിപ്പിച്ച് 400-ൽ പരം സഭാ നേതാക്കളും 30 സംഘടനകളും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിവേദനം നൽകി. ആക്രമണം, ഭീഷണി, തടസ്സപ്പെടുത്തൽ, അറസ്റ്റ് എന്നിങ്ങനെ 14 സംഭവമെങ്കിലും ക്രിസ്മസ് കാലത്തുണ്ടായെന്ന് നിവേദനത്തിൽ പറയുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് പ്രകാരം 2024 ജനുവരി മുതൽ നവംബർ വരെ രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ 760 ആക്രമണമുണ്ടായി. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ 720 ആക്രമണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പത്രം പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്നത്തെ പത്രങ്ങളുടെ ആദ്യ പേജുകളിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. നമുക്ക് ഉൾപേജുകളിലേക്ക് കൂടി പോകാം. അവിടെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ദീപക്കിലേക്ക് ഒന്ന് പോയി വരണം. വളരെ പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ട വാർത്ത, കണ്ണൂരിൽ ഈ തളിപ്പറമ്പ് ഭാഗത്ത്
ഒരു വാഹനാപകടം നടന്ന വാർത്തയാണ്. ആ വാഹനാപകടത്തിലൊരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ വാർത്തയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ വാർത്തയിലേക്ക് പോകുന്നു. ആ വാർത്ത ഇന്ന് മറ്റു പത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ദേശാഭിമാനിയിൽ നോക്കിയിട്ടത് കാര്യമായിട്ട് കാണുന്നില്ല. മാത്രവുമല്ല, മാതൃഭൂമിയിലും ആദ്യത്തെ ലീഡ് വാർത്തയല്ല അത്. മനോരമയിലേക്ക് എത്തിയാൽ ഉൾപേജിലുണ്ടാവാം, അല്ലല്ല ആദ്യ പേജിൽ തന്നെയുണ്ട്. സ്കൂൾ ബസ് മറിഞ്ഞ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച വാർത്ത. നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. തളിപ്പറമ്പിൽ കണ്ണൂരിൽ സംസ്ഥാന പാതയിൽ ശ്രീകണ്ഠാപുരത്തിനടുത്ത് വളക്കയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരു വിദ്യാർത്ഥിനി മരിച്ചു. 22 പേർക്കാണ് പരിക്കേറ്റത്. കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി കുറുമാത്തൂർ ചുരക്കള നാഗത്തിന് സമീപം വൈക്കാലിൽ MP രാജേഷിന്റെ മകൾ നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. കുഞ്ഞുകുട്ടിയാണ്. ആ കുട്ടി ഈ വാഹനം വന്ന് മറിയുമ്പോൾ ഈ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുകയും കുഞ്ഞിൻ്റെ ദേഹത്തൂടെ ഈ സ്കൂൾ ബസ് വന്ന് വീഴുകയുമാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. നമ്മൾ ദേശീയ പത്രം വായിച്ചില്ല. ദ ഹിന്ദു പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പഞ്ചാബ് ഡൽഹി അതിർത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരമാണ്. ഇതിൽ ദല്ലേവാളിൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഫാർമേഴ്സ് ലീഡേഴ്സ് ഹങ്കർ സ്ട്രൈക്ക് എൻറ്റേഴ്സ് 37th ഡേ. ദല്ലേവാളിൻ്റെ നിരാഹാര സമരം 37ാം ദിനത്തിലേക്കാണ്. ഗ്രൂപ്പ്സ് ലീഡിംഗ് ദ പ്രൊട്ടസ്റ്റ് സേ ദേ വിൽ നോട്ട് റിലന്റ് അൺലെസ് ഡിമാൻഡ്സ് ആർ മെറ്റ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളിലൊന്ന് അവരുടെ വിളകൾക്ക് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കുക കേന്ദ്രം, അതിന് നിയമപരമായ പ്രൊട്ടക്ഷൻ നൽകുക എന്നതാണ്. ഈ ആവശ്യം പരിഗണിക്കാത്തിടത്തോളം കാലം ഈ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും സമവായ ചർച്ചകൾക്കും ഞങ്ങളില്ല എന്ന നിലപാടിലാണ് ദല്ലേവാളിനോടൊപ്പം സമരം ചെയ്യുന്നവർ. സംയുക്ത കിസാൻ മോർച്ച ടേൺസ് ഡൗൺ ഇൻവിറ്റേഷൻ ഫോർ ഡിസ്കഷൻസ്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കുള്ള ക്ഷണം, ഈ തീരുമാനം അംഗീകരിക്കുന്നതുവരെ സമരക്കാർ നിരാകരിച്ചിരിക്കുന്നു എന്നാണ്. വിൽ ആക്സെപ്റ്റ് സുപ്രീം കോടതി ഡിസിഷൻ ഓൺ ദല്ലേവാൾ സ്റ്റേ. ദല്ലേവാളിൻ്റെ സമരത്തിൽ എന്താണോ സുപ്രീം കോടതി പറയുന്നത് അത് അംഗീകരിക്കും എന്നാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന ഉറപ്പ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം ഇനിയൊരു കർഷക സമരം താങ്ങാനുള്ള കരുത്ത് കേന്ദ്ര സർക്കാരിനില്ല. പ്രത്യേകിച്ച് ബീഹാറിൽ അടക്കം തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ട്രക്ക് മൂവ്സ് ഡൗൺ 10 ന്യൂ ഇയർ റെവലേഴ്സ് ഇൻ ന്യൂ ഓർലിയൻസിൽ ഇന്നലെ ആൾക്കൂട്ടത്തിലേക്ക് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ തിരക്കിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ മരണം 10 ആണെന്നാണ് ഹിന്ദു പത്രം പറയുന്നത്. ഇപ്പോൾ 15 മാറിയിരിക്കുന്നു. രാത്രിയിൽ 5 പേർ കൂടി മരണത്തിന് കീഴടങ്ങി. ഹിന്ദു ബോഡീസ് ഡിഫർ ഓൺ അലോവിംഗ് മെൻ ടു വെയർ ഷർട്ട് ഇൻ കേരള ടെമ്പിൾസ്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മേൽവസ്ത്രം അഴിക്കണം എന്നൊരു നിർദ്ദേശം ആ നിബന്ധന അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷർട്ട് അഴിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ശ്രീനാരായണ ധർമ്മപ്രസ്ഥാനം എത്തിയിരുന്നു. അതിൽ തന്നെ സ്വാമി ചിദാനന്ദയുടെ അഭിപ്രായത്തിന് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകിയിരുന്നു. ഈ വിഷയത്തിൽ വിവിധ സംഘടനകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളതെന്നാണ് പത്രം പറയുന്നത്. NSSന്റെ അഭിപ്രായം, വൈൽ ദ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, an organization of the Izhava community, has decided to renew its call permitting men to wear shirts, the Naya Service Society has left it to the discretion of individual temple authorities. അത് ഓരോ ക്ഷേത്രത്തിൻ്റെയും സംഘാടകർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം വിട്ടുകൊടുക്കാനാണ് NSS പറയുന്നത്. പക്ഷേ SNDP പറയുന്നത് പൊതുവായിട്ടൊരു കോൾ വേണം എന്നാണ്. ട്രാവൻകൂർ ആൻഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്സ് which manage major temples in the state are yet to finalize their positions on this issue. തിരുവിതാംകൂറും ഗുരുവായൂർ ദേവസ്വം ബോർഡുകൾ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കണം. ആ അന്തിമ തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. അതിലൊരു ദേവസ്വം ബോർഡ് ഇന്നലെ മുഖ്യമന്ത്രിയോട് അറിയിച്ചിരിക്കുന്നത് തങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ഷട്ട് ഊരുന്നതിന് എതിരാണ് എന്നാണ്. അതുകൊണ്ട് ഇനി അത്തരം ക്ഷേത്രങ്ങളിൽ അത്തരം ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇനി ദർശനം നടത്തുമ്പോൾ പുരുഷന്മാർ അവരുടെ വസ്ത്രം ഷട്ടും ബനിയനും ഊരേണ്ടതില്ല എന്ന നിർണായകമായ തീരുമാനം എത്തുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ദ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എന്താണെന്ന് നോക്കിയാൽ, too little too late. The situation in Manipur believes the Home Ministry's genuine assessment. വളരെ കഷ്ടമാണ്. എന്തായാലും ആഭ്യന്തര മന്ത്രാലയം ഒരു ദയനീയ പരാജയമായി മണിപ്പൂരിൽ മാറുന്നു എന്നാണ് ദ ഹിന്ദു പത്രത്തിൻ്റെ തലക്കെട്ട്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് പീസ് ബിൽഡിംഗ് ഓർ ദ ആബ്സെൻസ് ഓഫ് ബോത്ത് ആൻഡ് ദ പ്രൊലോങ്ങേഷൻ ഓഫ് സ്ട്രൈഫ് ആർ ഡിപ്പെൻഡൻറ്റ് അപ്പോൺ സർട്ടൻ കണ്ടീഷൻസ്. ഇഫ് ദർ ഈസ് എ വിന്നിംഗ് സൈഡ് ഇൻ ദ കോൺഫ്ലിക്റ്റ് ദറ്റ് സീക്സ് ടു റെസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റീകൗൺസിൽ വിത്ത് ദി ലൂസിംഗ് സൈഡ്, ദെൻ ദർ ഈസ് എ ഗ്യാരണ്ടി ഓഫ് പീസ്. ഏതെങ്കിലും തരത്തിൽ അത്തരം സമാധാന ശ്രമങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ അത് മണിപ്പൂരിൽ ഉണ്ടാവുന്നില്ല.
If there are no winning sides but an honorable compromise is worked out between two sides, then too there is possibility of lasting peace. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അന്തിമമായി വിജയമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവിടെ മാറിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതല്ല, ഇരു വിഭാഗങ്ങളെയും വിളിച്ചിരുത്തി ഒരു സമവായ ചർച്ച നടത്തിയാലും അവിടെ കുറച്ചുനാൾ സമാധാനമുണ്ടാവും. ഇത് രണ്ടും മണിപ്പൂരിൽ സംഭവിക്കുന്നില്ല എന്നാണ് പത്രം പറയുന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയാൻ ശ്രദ്ധേയമായൊരു കാര്യം, പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ 10,000 രൂപ പിഴ വരാൻ പോവുകയാണ്. ജലാശയങ്ങളിൽ മാലിന്യം തള്ളിയാൽ 1,00,000 രൂപ പിഴയും തടവും വരാൻ പോവുകയാണ്. പൊതുസ്ഥലത്ത് എന്ത് പാഴ്വസ്തു വലിച്ചെറിഞ്ഞാലും 10,000 രൂപ വരെ പിഴയും, ജലാശയങ്ങളിൽ മാലിന്യം തള്ളിയാൽ 1,00,000 രൂപ വരെ പിഴയും തടവ് ശിക്ഷയും ഉറപ്പാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. ഇതിനായുള്ള ക്യാമറ നിരീക്ഷണവും പരിശോധനകളും കർശനമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിലെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി വലിച്ചെറിയൽ വിരുദ്ധ സന്ദേശം നൽകിയ മന്ത്രി പാളയത്ത് പുതുതായി സ്ഥാപിച്ച ബിന്നുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. നിയമലംഘനത്തിന്റെ ഫോട്ടോ എടുക്കാം, സമ്മാനം നേടാം കേട്ടോ. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 9446700800 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. ആളെയോ വാഹന നമ്പറോ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാകണം ഇത്. എഡിറ്റ് ചെയ്ത് അയച്ചു കളയരുത്. നിങ്ങൾക്ക് അയൽവാസിയോട് ഇത്തിരി ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരാളുടെ ഫോട്ടോ എടുത്ത് അയൽവാസിയുടെ വണ്ടിയുടെ നമ്പർ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യരുത്. ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് 10,000 രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ 2,500 രൂപ വിവരം അറിയിച്ചവർക്ക് ലഭിക്കും. ഈ സൗകര്യം ഉപയോഗിച്ച് നിയമലംഘനരെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ 10,000 രൂപ പിഴ വരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു തീരുമാനമാണ്. ആ 10,000 രൂപയിൽ നിങ്ങളാണ് ആ വിവരം നൽകുന്നതെങ്കിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ 2,500 രൂപ നിങ്ങൾക്ക് കിട്ടും. ഒരു വരുമാന മാർഗ്ഗമായില്ലേ? അപ്പോൾ മറ്റു ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും നാട്ടുകാർ പാഴ്വസ്തുക്കളും വേസ്റ്റും ഒക്കെ പുറത്തു കൊണ്ടിടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അയൽ വീട്ടുകാരിലേക്ക് അങ്ങനെ നോക്കിയിരിക്കരുത്. പൊതുനാട്ടിലിറങ്ങി നടക്കുന്ന സമയത്ത് ആരെങ്കിലും കൊണ്ടിട്ടാൽ മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ഈ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, നമ്പർ 9446700800 9446700800 എന്ന നമ്പറിലേക്ക് ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. ഫോട്ടോ അയച്ചു കൊടുത്ത് ഫോട്ടോ കൃത്യമാണെന്ന് കണ്ടാൽ 10,000 രൂപ പിഴയിടും. പിഴയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,500 രൂപ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 30 ദിവസം, ഒരു 10-25 ദിവസം പണിയെടുത്താൽ മതി. ഒന്ന് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുക. നാട്ടുകാർ പാഴ്വസ്തുക്കളൊക്കെ പുറത്തിടുന്നുണ്ടെങ്കിൽ പിടിച്ച് ഈ നമ്പറിലേക്ക് അയച്ചു കൊടുത്തോളൂ. അപ്പോൾ പ്രേക്ഷകരെ, പാഴ്വസ്തുക്കൾ പുറത്ത് തള്ളുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിലെ ദ്രോഹികളാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പക്ഷം. നിങ്ങൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ പലപ്പോഴും കാണും ഈ പാഴ്വസ്തുക്കളൊക്കെ എടുത്ത് പുറത്ത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയും. അതൊക്കെ കൃത്യമായി സംസ്കരിച്ചേ നമുക്ക് മതിയാകൂ. നമ്മുടെ നാട്ടിൽ അധികം പാഴ്വസ്തുക്കൾ ഇങ്ങനെ കുന്നുകൂടി കിടന്നാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിനെതിരെ ഒരു പുതിയ കൾച്ചർ നമ്മുടെ നാട്ടിൽ രൂപപ്പെടണം. 10,000 രൂപ വരാൻ പോകുന്നു പിഴ എന്നുള്ളതാണ് ശ്രദ്ധേയമായ തീരുമാനമാണ്. അത് നാട്ടുകാർക്ക് അതിൻ്റെ ഒരു സൂപ്പർവിഷൻ കൂടി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് മന്ത്രി. അത് ദുരുപയോഗം ചെയ്യാനല്ല, അത് കൃത്യമായി മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ കണ്ടെത്തി നിങ്ങൾ സർക്കാരിനെ അറിയിക്കുക. പൈസയും കിട്ടും, മാത്രമല്ല നമ്മുടെ നാടൊക്കെ ഒന്ന് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അത് രാവിലെ ചിലർക്കറിയാം കൊണ്ട് വേസ്റ്റൊക്കെ ഇടുന്ന ചില ആൾക്കാരുണ്ട്. ആൾത്താമസമില്ലാത്ത കാടും പടർപ്പും ഒക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരിങ്ങനെ ആരും കാണാതെ പതിയായിട്ട് കൊണ്ടുവന്നൊരു ബാഗ് എറിഞ്ഞിട്ട് ഇതൊന്നും ഞാനൊന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോക്കുണ്ട്. ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ ഫോട്ടോ ഒക്കെ എടുക്കുക, അത് ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക.